विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण ആക്ട് 2025 ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ രാജ്യത്ത് വ്യാപകമായിട്ട് നടക്കുകയാണ്. ഇതിന്റെ ഗുണവശങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ പദ്ധതി 2006 ആണ് തുടങ്ങുന്നത്. 2012-13 36 ദിവസമായിരുന്നു ഒരു വർഷത്തെ തൊഴിലവസരം കൊടുത്തിരുന്നത്. അത് പടിപടിയായിട്ട് വർദ്ധിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ 8 വർഷം ആയിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് 36 ദിവസമായിരുന്നു ഒരു വർഷം തൊഴിലവസരം കൊടുത്തിരുന്നത്. അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത് 33,000 കോടി രൂപയാണ്. 33,000 കോടി രൂപയാണ് മാറ്റിവെച്ചത്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് 100 ദിവസമായിട്ട് വർദ്ധിച്ചു. 100 ദിവസം ഈ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പോഴത് 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക 1,51,000 കോടി രൂപയാണ്. അതായത് UPA-യുടെ കാലഘട്ടത്തിൽ 36 ദിവസം തൊഴിൽ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴ് 125 ദിവസമാണ് തൊഴിൽ നൽകുന്നത്. അന്ന് മാറ്റിവെച്ചിരുന്നത് 33,000 കോടി രൂപയാണെങ്കിൽ 1,51,000 കോടി രൂപയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കും. സ്വാഭാവികമായിട്ടും തൊഴിൽ കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് സമൂഹത്തിൽ ഗുണമുണ്ടാകുകയൊക്കെ ചെയ്യുന്നു. അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് ആസ്തി അടിസ്ഥിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറ്റുകയാണ്. അതുകൊണ്ട് ഇതിന് ഊന്നൽ കൊടുക്കുന്നത് ജലസുരക്ഷയുടെ കാര്യത്തിലാണ്. ജലം ലഭ്യമാക്കുന്നതിന്, കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ജലസേചനത്തിനു വേണ്ടി അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക. ഇപ്പൊ കുഴി കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അത് മൂടുന്ന പദ്ധതിയാണ്. അതിനു പകരം അത് സ്ഥിരമായിട്ട് നിലനിർത്തുന്ന സംവിധാനത്തിലേക്ക് മാറുക. പിന്നെ ഈ അടിസ്ഥാന വികസനം, ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഈ പദ്ധതി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം, ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം. അതുപോലെ തന്നെ ഈ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് അടിസ്ഥാനമായിട്ട് വലിയ ദുരന്തങ്ങളും വലിയ വെള്ളപ്പൊക്കവും വലിയ വരൾച്ചയും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള രീതിയിലുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് നേരത്തെ ഉള്ള പ്രവർത്തനങ്ങളെ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇത് കുറച്ചും കൂടെ ഉപയോഗപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇപ്പൊ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചില സ്റ്റേറ്റുകളിൽ ഇതിന്റെ പേരിൽ വലിയ അഴിമതി ഉണ്ടായി. ഈ മസ്റ്റർ റോളില് മാറ്റം വരുത്തുക, കൃത്രിമമായിട്ടുള്ള തൊഴിൽ കാർഡുകൾ കൊടുക്കുക, ഇല്ലാത്തവർക്ക് തൊഴിൽ കാർഡ് കൊടുക്കുക, അങ്ങനെയുള്ള പരാതികൾ വന്നതുകൊണ്ട് അതിനിപ്പോ കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഫണ്ടിലേക്ക്, ഈ തൊഴിലാളികളുടെ ഫണ്ടിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇതിന്റെ കൂലിയെത്തി ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കുന്നത്. പരമാവധി 2 ആഴ്ച കൂടുന്ന അവസരത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കള്ളത്തരവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തൊഴിലവസരങ്ങള് യഥാർത്ഥ തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്ന രീതി ഉണ്ടാവില്ല. മറ്റൊന്നത് ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഭാഗമായി 60:40 എന്നുള്ള രീതിയിലാണ്. കേന്ദ്രം 60% കൊടുക്കും, സംസ്ഥാനം 40% ഉപയോഗിക്കും.
നേരത്തെ ഇത് 90-10 എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും 90-10 എന്നുള്ള രീതിയിലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നേരത്തെ പോലെ തന്നെ 100%. മറ്റ് സംസ്ഥാനങ്ങളില് 60:40 എന്ന 40 എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. 14ാം ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ ടാക്സ് ഷെയറിൽ നേരത്തെ 32% 42% വർദ്ധിച്ചു. അപ്പൊ ആ രീതിയിൽ എല്ലാം വളരെ സുതാര്യമായിട്ട് മാറ്റുന്നു. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർ കൂടാതെ ജിയോ ടാഗിംഗ് സംവിധാനം, റിയൽ ടൈം അറ്റൻഡൻസ് ഇത് ഉറപ്പുവരും. ജിയോ ടാഗിംഗ് ഉണ്ടാകും, റിയൽ ടൈം അറ്റൻഡൻസ്, അതായത് അവര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുണ്ടാകും. അങ്ങനെ ആ രീതിയിലുള്ള അറ്റൻഡൻസ് നടപ്പിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, അതായത് നെല്ലും ഗോതമ്പും ഒക്കെ കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലമായിട്ട് കാർഷിക പ്രവൃത്തികൾക്കായിട്ട് തൊഴിലാളികളെ കിട്ടുന്നില്ല അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം എന്നാവശ്യപ്പെട്ടു. അതുപോലെ കർണാടകയും മഹാരാഷ്ട്രയും അവരുടെ വിളവെടുപ്പും വിതയും പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലായതുകൊണ്ട് അവർക്കും ഈ സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് 60 ദിവസം, പരമാവധി 60 ദിവസം സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനിക്കാം. അത് തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരാണ് എത്ര ദിവസം വേണോ, ഏത് ജില്ലകളിൽ വേണം. ഇപ്പൊ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെല്ല് വിതയ്ക്കുന്ന ആ രീതിയിലുള്ളത് കുട്ടനാട്, അതുപോലെ തന്നെ പാലക്കാട് സ്ഥലങ്ങളിലാണ്. അവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. ഇനി വേറെ ഏതെങ്കിലും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണമെങ്കിൽ മറ്റ് ജില്ലകളിൽ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം. പക്ഷെ 125 ദിവസം എന്നുള്ളതിൽ ഒരു കുറവും വരില്ല. 125 ദിവസം കൃത്യമായിട്ട് തൊഴിലവസരം കൊടുത്തിരിക്കും. അതിന്റെ കണക്കെടുക്കുന്നത് 18 വയസ്സിൽ മുകളിലുള്ള ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഈ രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇത് 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കണം. അതുവരെയും പഴയ രീതിയിലുള്ള സംവിധാനം തുടരുന്നതായിരിക്കും. 6 മാസം കഴിയുന്ന അവസരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കും. കേന്ദ്രവും അതുപോലെ സംസ്ഥാനവും കൂടെ കൂടിയുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് നടപ്പിലാക്കുന്നതാണ്. ഇതിനെപ്പറ്റി മാധ്യമങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരും. അതെല്ലാം തന്നെ പ്രചരിപ്പിക്കുകയും ജനങ്ങളില് യഥാർത്ഥമായിട്ടുള്ള ഇതിന്റെ ഗുണഫലങ്ങളെ പറ്റി അറിയിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംസ്ഥാനങ്ങൾ ഒത്തുവെക്കുമല്ലോ ഈ ഷെയറിംഗിന്റെ മാർഗം സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായിട്ട് ധാരണയുണ്ടാവേണ്ടതുണ്ടോ? എങ്ങനെയാണ്? അല്ല, സംസ്ഥാനങ്ങളുമായിട്ടുള്ള ധാരണകൾ എന്ന് പറഞ്ഞത് നടപ്പിലാക്കുകയല്ല, പദ്ധതികൾ നടപ്പിലാക്കുക. സംസ്ഥാന തീരുമാനിക്കുന്നത് മിക്കവാറും കാര്യങ്ങളുടെ സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്കാണ് വരുന്നത്. കേന്ദ്രത്തിന്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന പദ്ധതികൾ കേന്ദ്രം കൊടുക്കുന്നത് ഫണ്ട് 1,51,000 കോടി. പിന്നെയുള്ളത് 125 കുവസം. പിന്നെ അതിന്റെ കോമ്പൻസേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. അത് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നത് നേരത്തെ പോലെ തന്നെയാണ്. അത് സംസ്ഥാനത്തിന് തീരുമാനിക്കുന്നത്, സംസ്ഥാനത്തിന്റെ രീതി അനുസരിച്ച്. പദ്ധതിക്ക് മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി വേണോ? വേണ്ട. നമ്മളെ നിയമം ലോക്സഭയിലെ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നടപ്പിലാക്കി. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു പദ്ധതി പുതിയതായിട്ട് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിന്റെ അസറ്റ് നിർമ്മാണമാണ് നേരത്തെ കഴിഞ്ഞും പ്രധാനമായിട്ടുള്ളത്. നേരത്തെയും വർക്ക് അതേ വർക്കുകളൊക്കെ തന്നെയായിരിക്കും. കുറച്ചും കൂടെ ഈ 4 കാര്യങ്ങളാണ്. ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുടേത്, അതുപോലെ തന്നെ അടിസ്ഥാന വികസനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്.
60:40 എന്ന് പറഞ്ഞ മാറ്റി സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തി എന്നാണ്. അല്ല, അധികാരവും കിട്ടില്ല ജനങ്ങൾക്ക് കൂടുതൽ. അത് കേന്ദ്രത്തിന് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. ഈ 40% എന്ന് പറയുന്ന കേന്ദ്രത്തിന് വേണ്ടിയല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയല്ല. തൊഴിലാളികൾ ആ സംസ്ഥാനത്തുള്ളത്. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് ഇത്. കൂടാതെ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ വേറെ കാര്യങ്ങൾ ചെയ്യാം. കേന്ദ്രത്തിന് വേണ്ടിയല്ല 40% പറയുന്നത്, ആ സംസ്ഥാനത്തെ തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി. എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഇല്ല എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റിലേക്കും അതിൽ ഇല്ലല്ലോ, നോർത്ത് ഈസ്റ്റിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, മാറ്റമില്ല. നോർത്ത് ഈസ്റ്റിന് പഴയ സംവിധാനത്തിൽ തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് ഹിമാലയ സംസ്ഥാനങ്ങൾ അവിടെ എല്ലാം തന്നെ പഴയ രീതിയിലാണ്. അതിനാണ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് എല്ലാ സർക്കാരുകളും ഇത് ഈ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്നുള്ളത് എല്ലാ സർക്കാരുകളും തുടരുന്നതാണ്. അവർക്ക് പ്രത്യേക പരിഗണന എന്നുള്ളത് പ്രത്യേകിച്ചായിട്ടുള്ള രീതിയല്ല. ചില സർക്കാരുകൾ വരുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും, ചില സർക്കാരുകൾ അത് ആ രീതിയിലാണ്. അത് ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിലുള്ള വിദൂര പ്രദേശങ്ങളിലും ഒക്കെയുള്ളവർക്കുള്ള സഹായം എല്ലാ പാർട്ടികളും എല്ലാ സംസ്ഥാനങ്ങളും അത് എല്ലാ പാർട്ടികളും എല്ലാ സർക്കാരുകളും അംഗീകരിക്കുന്നത്. അതിനാരും ചോദ്യം ചെയ്തില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെ വലിയ സമരം നടത്തി. സാമ്പത്തികമായ ഞെരുക്കം ഉൾപ്പെടെ വരുത്തുന്നു എന്ന കാര്യം അത് തന്നത്തെ ഞെരുങ്ങുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ സർക്കാർ അധികാരത്തിലേറുമ്പോഴേ ഏതാണ്ട് 1.5 ലക്ഷം കോടി 1.4 കോടിയുടെ ആയിരുന്നു കടമുണ്ടായിരുന്നു. ഇപ്പൊ അത് 5 ലക്ഷം കോടിയുടേതായിട്ട് വർദ്ധിച്ചിരിക്കും. എത്രയാണ്? 230% വർദ്ധിച്ചിരിക്കുകയാണ്. കടം വർദ്ധിച്ചിരിക്കുന്നു 10 വർഷം കൊണ്ട്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനം കൊടുക്കാൻ തയ്യാറാണ്. സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 60% കേന്ദ്രത്തിന്റെയും 40% സംസ്ഥാനത്തിന്റെ. അത് കേരളം ഉപയോഗിക്കുന്നതില്ല. കേരളം അങ്ങനെയുള്ള പദ്ധതികൾ അത് മറ്റ് സംസ്ഥാനങ്ങള് വളരെ ശക്തമായിട്ട് ഇടപെടുകയും അവർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കടം വർദ്ധിപ്പിച്ചിട്ട് കടം മതി, ഞങ്ങൾക്ക് കടം മതി, കേന്ദ്രത്തിലെ സൗജന്യമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുന്ന ഗ്രാന്റ് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനാണ്. ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് നമുക്കറിയാമല്ലോ, നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ്, വിദേശത്ത് നിന്ന് വരുന്ന പണമാണ്. പിന്നെയുള്ളത് മദ്യത്തിൻ്റെതാണ്, പിന്നെ ലോട്ടറിയാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വരുമാനം എവിടെ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കടം കൂട്ടിയാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കൂടുതലായിട്ട് തമിഴ്നാടും കർണാടകയും ഉപയോഗിക്കും. 2 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. അവിടെ ഇതുപോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. അവരെതിർക്കുന്നുണ്ട്, കേന്ദ്രത്തെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഫണ്ട് അവരുപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫണ്ട് ഉപയോഗിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഇത്രയും കടം എന്തുകൊണ്ട് വരുത്തി വെച്ചു? ഇനിയും കൂടുതൽ കടം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും മാറ്റം കേന്ദ്രം നടപ്പിലാക്കുന്നതല്ലാതെയുള്ള വികസന പദ്ധതികൾ ഏതാ? അടിസ്ഥാന വികസന പദ്ധതികളെല്ലാം കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പരിശോധിക്കേണ്ടതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇലക്ഷൻ വരുമ്പോൾ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന രീതി ശരിയല്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒളിച്ചുകളിയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എത്ര കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആരും വിശ്വസിക്കുന്നു. ഇതൊരു കേന്ദ്ര പദ്ധതിയല്ലേ? എന്താണ് ഈ 90 എന്നുള്ളതിന് 60% കുറയാനുള്ള തീരുമാനം? അല്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതല്ല, സംസ്ഥാനത്തിന്റെ പാർട്ടിസിപ്പേഷനോടുകൂടി കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു. നമ്മുടെ ഇവിടെ അധികം ഈ ആർത്തിക വികസന പ്രവർത്തനങ്ങളല്ല, കേരളത്തിലെ തൊഴിലുറപ്പ് അധികം ആർത്തിക വികസനമാണ് നടക്കാറ്. അല്ല, അതിന് നടത്താൻ വേണ്ടിയാ അങ്ങനെ വരുമ്പോൾ ഈ 120 തൊഴിലിനങ്ങൾ ഉറപ്പാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉറപ്പാക്കില്ല. അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കില്ല.
അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കും, നഷ്ടപരിഹാരം കൊടുക്കും, ഫൈനടിക്കും, ഇതെല്ലാം ഉണ്ട്. ഇല്ല തൊഴിലവസരം എന്താ ഇല്ലാത്തത് കേരളത്തില്? അങ്ങനെ മാറ്റുമ്പോഴേ കേന്ദ്രത്തിന്റെ പത്ത് കുറയ്ക്കേണ്ടതില്ലല്ലോ എന്നാണ് 100% തലത്തിൽ തന്നെ ആ രീതിയിലോട്ട് പോകാനോ ഇതിനാണ് കേന്ദ്ര പത്തിൽ നിന്നും. അല്ലല്ല, കൂടുതൽ വികസനം വേണമല്ലോ. നമ്മൾ നിന്നടുത്ത് നിന്നാ പോരല്ലോ. കൂടുതൽ വികസനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തില് അതായത് കേന്ദ്രത്തിന്റെ 90% വികസനം ഉണ്ടാകും. ഇല്ല 125 ആക്കണം. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശം കൊടുക്കണം. അവരുടെ പാർട്ടിസിപ്പേഷൻ വേണം. അതെല്ലാം എല്ലാവരും ആവശ്യപ്പെടുന്ന. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ്